അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ സ്റ്റിക്ക് ഷിഫ്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ഹീറോസാണ്. ആർസി ബുക്കും ലൈസൻസും കൂടി വേഗം കിട്ടുമാറാകട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിച്ചു, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ വണ്ടി ഓടിക്കുന്നു. ഒരു പാനിക് ബ്രേക്കിങ്ങിൽ ABSന്റെ ആ ഒരു തൽഫലമായിട്ട് ആ ഒരു പെഡലൊന്ന് വൈബ്രേറ്റ് ചെയ്ത് കണ്ടാൽ ശരിക്കും സാധാരണ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവർ കാലെടുക്കാനാണ് സാധ്യത കൂടുതൽ. നമസ്കാരം. ഈ വരുന്ന മെയ് മാസം മുതൽ നമ്മുടെ കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. MIT മാറുമോ? കാറുകളുടെ വ്യത്യാസം എന്താണ്? ഇനി H വേണ്ടേ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 10ഓളം പോയിന്റുകളായിട്ടാണ് ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഞാൻ ആ 10 പോയിന്റ് വായിച്ച് നിങ്ങളോട് ഒന്ന് എലാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്താണ് മെയ് മാസത്തോടു കൂടി വരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിലെ മാറ്റങ്ങൾ എന്ന് പറയാം. വണ്ടി പ്രാന്തന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ ഒരു സിസ്റ്റം പോലെ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പോലെ കാലഹരണപ്പെട്ട കാര്യങ്ങൾ മറ്റൊന്നില്ല. ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് H ഇടുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമായിട്ട് കാണാൻ പറ്റും. കാരണം പണ്ടൊക്കെ ട്രക്കർ പോലുള്ള വണ്ടികൾ അല്ലെങ്കിൽ വലിയ വണ്ടികളിലൊക്കെ എത്തിടുമ്പോൾ കമ്പിയിൽ തട്ടാനുള്ള സാധ്യത കൂടുതലാണെങ്കിൽ ഈ സമയത്തൊക്കെ 800 പോലുള്ള വണ്ടികൾ വളരെ ഈസി ആയിട്ട് ഇടാൻ പറ്റും. പിന്നെ MIT ആണ് സാധാരണ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉപയോഗിക്കുന്ന ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ. എന്തായാലും ഉപയോഗിക്കുന്നത് MIT ആണ്. വെറുതെ വണ്ടി കയറുന്ന വണ്ടിക്ക് വഴി വരാന്ന് പറയുന്ന പോലെ ഇട്ടിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഈ മാറ്റങ്ങളൊക്കെ തന്നെയും റോഡിലെ സംസ്കാരം ഒന്നുകൂടി വർദ്ധിപ്പിക്കുമെന്നുള്ളതും നമ്മുടെ ഡ്രൈവിംഗ് സംസ്കാരത്തിൽ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് കരുതാം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പരസ്പര ബഹുമാനം തീരെ ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഡ്രൈവേഴ്സ് എനിക്ക് തോന്നിയിട്ട് പലപ്പോഴും. ഇപ്പൊ നമ്മളൊരു ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഇട്ടാണെങ്കിലും അപ്പുറത്ത് വരുന്ന ആള് അവൻ കിടക്കുന്നതിന് മുന്നേ എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ ഒരു യൂട്ടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നങ്ങോട്ട് വെച്ച് തിരിച്ച് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ആ റിവേഴ്സിന്റെ ഇടയിലൂടെ പോകുന്ന ബൈക്കുകളും കാറുകളും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ബൈക്കുകൾക്ക് കാറുകളിലേതുപോലുള്ള ഒരു എന്താ പറയുക, നമ്മളൊരു സ്ഥാനം കൊടുക്കുന്നില്ല എന്ന് അവർ പലപ്പോഴും പരാതി പറഞ്ഞു, ഞാനും പറയാറുണ്ട്. പക്ഷേ ആ ഒരു പരാതി കാരണം പലപ്പോഴും ബൈക്കുകാർ തന്നെയാണ് എനിക്ക് തോന്നിയിട്ട്. കാരണം ബൈക്കുകൾക്ക് കാറുകളുടെ അവസ്ഥ കൊടുക്കുമ്പോൾ കാറുകൾ പോകുന്ന പോലെ 1 by 1 ആയിട്ടേ പോകും. ഇത് നിരന്ന് പോകുമ്പോൾ ആ ഒരു പോയിന്റ് മാറി. അപ്പോൾ കാറുകാരിൽ ഒരിത്തിരി ഇപ്പം നമ്മളൊക്കെ മീഡിയ വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാരാണ്. മീഡിയ വണ്ടികളുടെ ഒരു കാര്യമായിട്ട് വരുന്ന വണ്ടികളൊക്കെ TC വണ്ടികളായിരിക്കും അല്ലെങ്കിൽ പുതിയ വണ്ടികളായിരിക്കും. അതുകൊണ്ടൊക്കെ റോഡിൽ നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ പാനിക് അറ്റാക്ക് വരുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ തക്കവണ്ണം സഹായകമാകുകയാണ് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് എങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഞാൻ ഓരോ പോയിന്റ് ആയിട്ട് പറയാം. ശരിക്കും എൻ്റെ അടുത്ത് ആ PDF ഉണ്ട്, ഞാൻ വായിച്ചുകൊണ്ടാണ് പറയുന്നത്, അല്ലാണ്ട് കാണാതെ അല്ല പറയുന്നത്. അതിന്റെ കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് നോക്കിക്കൊണ്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കേണ്ടതാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് കൂടുതലായിട്ട് അല്ലെങ്കിൽ കാര്യക്ഷമമാക്കുന്നത് സംബന്ധിച്ച് ഇറക്കിയിട്ടുള്ള സർക്കുലർ നമ്പർ 4/2024. അപ്പോൾ ഇരുചക്ര വാഹനങ്ങളിൽ ഹാൻഡിൽ ബാർ ഗിയർ സെലക്ഷൻ സംവിധാനത്തോടു കൂടിയാണ് ഇപ്പോൾ രാജ്യത്ത് നിർമ്മാണത്തിൽ ഇല്ലാത്തതും ഇത്തരം സാങ്കേതിക വിദ്യ കാലഹരണപ്പെട്ടതുമാണെന്ന് പറയുന്നത്. ശരിക്കും ബജാജ് ചേതകിൽ കണ്ടിട്ടുള്ള MIT കണ്ടിട്ടുള്ള ഫസ്റ്റ് മുകളിലേക്ക് ബാക്കിയെല്ലാം താഴേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ഷിഫ്റ്റർ ആണ് MIT ഉപയോഗിക്കുന്നത്. MIT ആണ് പല ഡ്രൈവിംഗ് സ്കൂളുകളും ആ ഒരു ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വണ്ടി. പക്ഷേ ചിലരൊക്കെ TVSന്റെ ആ ഒരു എക്സലൊക്കെ ഗിയർലെസ് വണ്ടികളായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ആക്റ്റീവ് പഠിപ്പിക്കുന്ന ആളെ കണ്ടിട്ടുണ്ട്. പക്ഷെ മോസ്റ്റ്ലി എല്ലാവരും ഉപയോഗിക്കുന്നത് MIT ആണ്. അപ്പൊ MIT മാറ്റണം എന്നാ പറയുന്നത്. 95 cc മുകളിൽ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള മോട്ടോർ സൈക്കിൾ ആയിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അപ്പൊ MIT മാറി ചിലപ്പോ എനിക്ക് തോന്നുന്നു പുതിയ പ്ലാറ്റിനയോ അല്ലെങ്കിൽ CD100ഓ അതല്ലെങ്കിൽ പുതിയ സ്പ്ലെൻഡർ തന്നെയോ അങ്ങനെ പലവിധമായ വണ്ടികളിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഇനിയുള്ള ആ ഒരു കാര്യങ്ങളിൽ ടെസ്റ്റിന് പങ്കെടുക്കേണ്ടി വരിക എന്നുള്ളതാണ്. അതായത് വെറുതെ ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് MIT ആ 2 സ്ട്രോക്ക് MIT ഓടിക്കൊണ്ടും പറ്റില്ല. അപ്പോൾ കാലഹരണപ്പെട്ടെന്ന് പറയാൻ കാരണം 2 സ്ട്രോക്ക് വണ്ടികൾ ഇന്ത്യയിൽ ഇല്ല, MIT തീരെയില്ല. പിന്നെയുള്ള വണ്ടി എന്ന് പറയുന്നത് TVS XL പോലുള്ള വണ്ടികളും 2 സ്ട്രോക്കാണ്. അപ്പോൾ 2 സ്ട്രോക്ക് വണ്ടികൾ മാറ്റി 4 സ്ട്രോക്ക് വണ്ടികളാകുമ്പോൾ ശരിക്കും ഗിയർ കാലിലാണ്. അപ്പോൾ കയ്യിൽ ഗിയറിലെ വണ്ടികൾ എന്ന് പറയുന്നത് എനിക്കൊന്ന് വളരെ വിരളമാണ് കാണാനായിട്ട്. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറിന്റെ കാര്യമാണ് പറയുന്നത്. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറിന് ഇനി MIT പോരാ, കാല് കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഗിയർ ഷിഫ്റ്റുള്ള വണ്ടി വേണം. അതും 95 cc മുകളിലായിരിക്കണം എന്നുള്ളതാണ്. പോയിന്റ് 2 എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വണ്ടി അത് 15 വർഷത്തിന്റെ മുകളിലാണെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ട്രക്കറുകളൊക്കെ മാറി. ഇപ്പൊ ട്രക്കറുകളും കാര്യമില്ല. അത് മാത്രമല്ല ശരിക്കും നല്ല ഡ്രൈവിംഗ് സ്കൂളുകളിൽ പുതിയ വണ്ടികളുണ്ട്. പക്ഷേ 800 പോലുള്ള 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പല വണ്ടികളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെയ് മാസത്തിന് മുന്നേ ആ വണ്ടികൾ കൂടി മാറ്റണമെന്നും ഈ ഒരു സർക്കുലർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ചുകൂടി നല്ല വണ്ടികളിൽ പഠിക്കാമെന്നുള്ള ഗുണം കൂടിയുണ്ട്. ഇപ്പോൾ മാരുതിയുടെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ തന്നെ നമുക്ക് കാണാം. ആ ഒരു വണ്ടികളൊക്കെ തന്നെ പുതിയ മോഡൽ വണ്ടികളാണ്. എർട്ടിഗ പോലുള്ള വണ്ടികൾ അല്ലെങ്കിൽ ബ്രസ പോലുള്ള വണ്ടികൾ, ബലേനോ പോലുള്ള വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് സാധാരണക്കാരായിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളുകാരാണ് കൂടുതൽ ബാധിക്കുക. കാരണം അവരുടെ ചെറിയ വണ്ടികൾ ഇപ്പോൾ 800 പോലുള്ള അല്ലെങ്കിൽ അംബാസഡർ പഠിപ്പിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആ ഒരു വണ്ടികളുടെ കാര്യത്തിലാണ് ഈ ഒരു കാര്യം കൂടുതലായിട്ട് ബാധിക്കുക എന്നുള്ളതാണ്.
ഇതിന് പറയുന്ന ഒരു കാരണം ശരിക്കും സത്യം കേട്ടോ. കാരണം പഴയ വണ്ടികളിൽ സുരക്ഷയൊന്നുമില്ല. ഇപ്പൊ ABS എങ്ങനെ പ്രവർത്തിക്കും നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിച്ചു, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ വണ്ടി ഓടിക്കുന്നു. ഒരു പാനിക് ബ്രേക്കിംഗിൽ ABSന്റെ ആ ഒരു തൽഫലമായിട്ട് ആ ഒരു പെഡലൊന്ന് വൈബ്രേറ്റ് ചെയ്ത് കണ്ടാൽ ശരിക്കും സാധാരണ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് എന്താണെന്ന് അറിയില്ല. അപ്പൊ അവർ കാലെടുക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ എടുക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു പുതിയ തലമുറ വണ്ടികളിൽ ഇപ്പോൾ ABS എയർ ബാഗ്സ് ഒക്കെ സ്റ്റാൻഡേർഡ് ആണ്. ആ വക വണ്ടികളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ വക വണ്ടികളാണ് കൂടുതൽ ഓടിക്കുക എന്നുള്ളതുകൊണ്ട് അതാണ് കുറച്ചും കൂടി നല്ല കാര്യമായിട്ട് തോന്നിയത്. ശരിക്കും വരട്ടെ, പോസിറ്റീവാണത്. അപ്പോൾ പോയിന്റ് 2 പ്രകാരം ഡ്രൈവിംഗ് സ്കൂളുകളിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്ത് നൽകുന്ന വാഹനങ്ങൾക്ക് 15 വർഷത്തിന് ഉള്ളിലായിരിക്കണം കാലപ്പഴക്കം എന്നുള്ളതാണ്. ഈ 15 വർഷം പഴക്കം അകത്ത് വരുന്ന വണ്ടികളിൽ ഏതിലൊക്കെയാണ് ABS എയർ ബാഗ് ഉള്ളത് അറിയുമെന്ന് കമന്റ് ചെയ്യൂട്ടോ. മൂന്നാമത്തെ പോയിന്റ്, ഓട്ടോമാറ്റിക് കാറുകളും അതല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളും ഒന്നും ഇനി ടെസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ അടുത്തിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് വണ്ടികൾ കൂടി നമുക്ക് ടെസ്റ്റിന് ഉപയോഗിക്കാം എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നുണ്ട്. അപ്പൊ അത് അവരുടെ ചട്ടപ്രകാരം അത് വിരുദ്ധമാണെന്നും ശരിക്കും വാഹനം കൈകാര്യം ചെയ്യാൻ പഠിക്കാൻ അത് പോരാ എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഇലക്ട്രിക് വാഹനങ്ങളോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളോ ഒന്നും ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് ടെസ്റ്റിന് പറ്റില്ല എന്നും കൂടി പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ വിത്തൗട്ട് ഗിയർ കാറിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ ദുബായ് പോലുള്ള കൺട്രികളിലൊക്കെ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കിനും മാനുവലിനും സെപ്പറേറ്റ് ആ ഒരു ലൈസൻസ് ആണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ സ്റ്റിക്ക് ഷിഫ്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ഹീറോസാണ്. കാരണം അവർക്ക് കുറച്ചും കൂടി സ്കിൽസ് ഉണ്ടെന്നൊക്കെ പറയാം. അപ്പൊ ശരിക്കും ഇവിടെ ആ ഒരു പോയിന്റ് വന്നിട്ടില്ല. അപ്പൊ ഇവർ പറയുന്നത് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരം ഈ വണ്ടികളിലൊന്നും തന്നെ ആ ഒരു കാര്യക്ഷമത, ഡ്രൈവിംഗിന്റെ കാര്യക്ഷമത അളക്കാൻ പറ്റില്ല ആളാണ്. ഇപ്പൊ ക്ലച്ച് താങ്ങി എടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, പോയിന്റാണ്. ഓട്ടോമാറ്റിക്കിന് വേണ്ടി സെപ്പറേറ്റ് ലൈസൻസ് ഉണ്ടാവുന്ന ഒരു കാലം വരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിക്കവാറും അതും അടുത്ത് തന്നെ വരുമായിരിക്കും പ്രതീക്ഷിക്കാം ഇതൊക്കെ വന്നു കഴിയുമ്പോൾ. അടുത്തൊരു പോയിന്റ്, ഇപ്പൊ ഞാനൊക്കെ മോട്ടോർ സൈക്കിളിന്റെ ടെസ്റ്റ് എടുത്ത സമയത്ത് 8 ഇട്ടു. 8 ഇട്ടതിന് ശേഷം റോഡിലല്ല വണ്ടി ഓടിച്ചത്, ഗ്രൗണ്ടിൽ തന്നെ റൗണ്ട് പോയി വരാനാണ് പറഞ്ഞത്. അപ്പൊ ഇനി അത് പറ്റില്ല, മോട്ടോർ സൈക്കിളും റോഡിൽ തന്നെ ഓടിച്ച് കാണിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ 8 ശേഷം 8 അല്ലെങ്കിൽ പുതിയ ടെസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു റോഡിൽ പോയിട്ട് വേണം രണ്ടാമത്തെ ഭാഗം ഓടിച്ച് കാണിക്കാനായിട്ട് എന്നുള്ളതാണ്. ഇനി അങ്ങനെ 8 ശേഷം നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ ഓടിച്ചാൽ മതി എന്നൊരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കൃത്യവിലോപമായിട്ട് കാണണമെന്നും ഈ ഒരു ചട്ടത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇനി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാർട്ട് 1 ഗ്രൗണ്ട് ടെസ്റ്റ് ആണ്. അതിൽ ആംഗുലർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിക്സാക് ഡ്രൈവിംഗ്, ഗ്രേഡിയൻ ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുത്തി അനക്ടർ 1 കൊടുത്തിരിക്കുന്ന മാതൃക, ആ മാതൃകയും കാണിക്കാട്ടോ, ആ മാതൃകയിൽ പരിഷ്കരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശം 1/5/2024 തീയതി മുതൽ പ്രാബല്യത്തിൽ വരുത്തേണ്ടതാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എച്ചിട്ടാ പോരാ, പകരം കേട്ടത്തിലെടുത്തും അല്ലെങ്കിൽ പാരലൽ പാർക്ക് ചെയ്തും സിക്സാഗ് ഓടിച്ചുമൊക്കെ ശരിക്കും ഒരു ഡ്രൈവർക്ക് പാർക്കിങ്ങിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി സ്കില്ലുണ്ട് എന്ന് കൂടി കാണിക്കേണ്ടുന്ന നിലയ്ക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് മാറാൻ പോവുകയാണെന്നുള്ളതാണ് മെയ് 1 മുതൽ. ഇനി 6ാമത്തെ, അതായത് ഇപ്പോൾ ലൈസൻസ് കൊടുക്കുന്നതിന് തോന്നുന്നു വരുന്ന ആളുകൾക്ക് അനുസരിച്ചാണ് അത് മാറാൻ പോവാം. 30 പേർക്ക് മാത്രമായിട്ട് നിജപ്പെടുത്താൻ പോവാണ്. എന്ന് വെച്ചാൽ ഒരു MVIയും ഒരു AMVIയും ചേർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം 30 നിജപ്പെടുത്തിയിരിക്കുകയാണ്. അത് 20 പുതിയ അപേക്ഷകരും 10 കഴിഞ്ഞ ടെസ്റ്റിലോ അല്ലെങ്കിൽ നേരത്തെ പരാജയപ്പെട്ട അപേക്ഷകരുമായിരിക്കണമെന്നാണ്. 30 കൂടുതലായി കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് കാര്യക്ഷമമായി നടത്താൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണത് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ പരാജയപ്പെട്ട അപേക്ഷകരുടെ എണ്ണം 10 കുറവായാൽ കുറവ് വരുന്ന എണ്ണം നേരത്തെ അപേക്ഷിച്ച് ടെസ്റ്റിന് ഹാജരാവാൻ കഴിയാതിരുന്നവർക്ക് മുൻഗണന നൽകാവുന്നതാണ്. എന്നുവെച്ചാൽ ഒരു ടെസ്റ്റ് മിസ്സായിട്ടുണ്ട്, അവർക്ക് ഒന്നുകൂടി ടെസ്റ്റ് നടത്തണം, ആ ഒരു അതായത് കഴിഞ്ഞ ടെസ്റ്റിന് വരാൻ പറ്റില്ല, പുതിയ ടെസ്റ്റിന് വരണം എന്നുള്ള ആ ഒരു ആളുകൾ കൂടി ഈ ഒരു ലിസ്റ്റിൽ പെടും എന്നുള്ളതാണ്. അതിനുശേഷം വന്നിട്ടുള്ള ഒരു പോയിന്റ്, 30 അധികം എടുത്താൽ അത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവുന്നതാണ്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. അത് അറിയാവുന്ന ഒരു താഴെ കമന്റ് ചെയ്യട്ടെ, എന്താണ് അതിന്റെ ബാധ്യത അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രശ്നങ്ങൾ എന്നുള്ളത്. ഇനി 7ാമത്തെ പോയിന്റ് ലേണേഴ്സ് ടെസ്റ്റിനെ കുറിച്ചാണ്. ലേണേഴ്സ് ടെസ്റ്റിനും ആ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ 30 അനുപാതികമായിട്ട് ആളുകളെ ഉൾപ്പെടുത്താമെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു 30 പേർക്ക് ലേണേഴ്സ് ടെസ്റ്റ് എടുക്കാനും പറ്റുന്നുണ്ടായിരിക്കും. അടുത്ത പോയിന്റ്, ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനത്തിൽ, അതായത് LMV വെഹിക്കിളിൽ, ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടിയിൽ ഡാഷ് ക്യാമറയും ട്രാക്കിംഗ് ഡിവൈസും ഉണ്ടാവണം. ഈ ട്രാക്കിംഗ് ഡിവൈസും ആ ഡാഷ് ക്യാമറ ഉണ്ടായാൽ മാത്രം പോരാ, ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും ഈ മെമ്മറി കാർഡ് MVD എടുത്തുകൊണ്ട് പോയിട്ടേ അത് കോപ്പി ചെയ്തിട്ട് ആ ഒരു കാർഡ് തിരിച്ചു കൊടുക്കണം എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് നമ്മുടെ ടെസ്റ്റുകളൊക്കെ തന്നെയും റെക്കോർഡ് ചെയ്യപ്പെടുകയും കൂടി ചെയ്യും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നല്ല ഒരു ടെസ്റ്റൊക്കെ ആണെങ്കിൽ ഒരിത്തിരി മാർക്ക് കൂട്ടി തരാൻ അല്ലെങ്കിൽ ഒരു മിഠായി തരാനൊക്കെ ശ്രമിച്ചാൽ നല്ലതായിരിക്കും അല്ലേ, ഒരു പ്രോത്സാഹനം പോലെ. ഇനി കോപ്പി ചെയ്ത ഡാറ്റ എത്ര നാളുണ്ടാവും? ഒരു 3 മാസത്തോളം കീപ്പ് ചെയ്യണമെന്നാണ് ഉത്തരവ് പറയുന്നത്. ഇനി പുതിയ ടെസ്റ്റിനെ സംബന്ധിച്ച് പ്രത്യേക ട്രാക്ക് വേണം, ആ ഒരു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ H മാറിയിട്ട് പുതിയ തരം ടെസ്റ്റ് ആകുമ്പോൾ അതിന് വേണ്ടിയുള്ള ട്രാക്ക് കൂടി എനിക്ക് തോന്നുന്നു ഡ്രൈവിംഗ് സ്കൂളുകാർ തന്നെ സെറ്റപ്പ് ആക്കേണ്ടി വരും.
അതും ഈ ഒരു നോട്ടിഫിക്കേഷൻ അത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലൈസൻസ് എടുക്കുന്ന ചാർജ് കൂടാൻ സാധ്യതയുണ്ട്. ഇനി ആരാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ ചട്ടം 24 പ്രകാരമാണത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സംസ്ഥാന സർക്കാരിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ബോർഡുകളൊക്കെ അംഗീകാരം നൽകിയിട്ടില്ല. ആ ഒരു സ്ഥാപനങ്ങൾ നടത്തുന്ന മോട്ടോർ മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുള്ള കോഴ്സൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ഒരു കോഴ്സൊക്കെ പാസ്സായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ഇൻസ്ട്രക്ടർമാരാവാനുള്ള യോഗ്യതയുണ്ട് എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മെയ് 1-ാം തീയതി മുതൽ നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മളിത് ഒരു പോസിറ്റീവ് കാര്യമായിട്ട് കാണണോ അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യമായിട്ട് കാണണോ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറെ അധികം പോസിറ്റീവ്സ് ആണുള്ളത്. ഒന്ന്, വണ്ടി മാറുന്നു, ABS യൂസ് പോലുള്ള കാര്യങ്ങൾ, എയർ ബാഗിന്റെ കാര്യങ്ങളൊക്കെ മാറുന്നു. പിന്നെ ഏതോ ഒരു ഗ്രൂപ്പിൽ കണ്ട പോലെ വണ്ടിയൊക്കെ അഴിച്ചു കൊടുത്ത് ആ ഒരു പാർട്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ബിറ്റ് ഒരു അധിക പ്രസംഗമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ശരിക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി വണ്ടി അഴിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രാക്ടിക്കലായിട്ട് ഒരു ടയർ മാറാൻ പഠിക്കണം, ഓയിൽ ചേഞ്ച് ചെയ്യാൻ പഠിക്കണം, അതുപോലെ ഓയിൽ ചെക്ക് ചെയ്യാൻ പഠിക്കണം. പിന്നെ കൂളന്റും കാര്യങ്ങളൊക്കെ നോക്കി ബ്രേക്ക് ഓയിലിന്റെ ഒരു പോയിന്റ് ബോണ്ട് പൊക്കി നോക്കിയിട്ട് എന്തൊക്കെയാണെന്നുള്ള ബേസിക് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം. ബാറ്ററി ടെർമിനൽ ഇളകിയിട്ട് നോക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു സാധാരണ ഡ്രൈവർക്ക് വണ്ടിയെ കുറിച്ച് അറിയേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ മെക്കാനിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായി വണ്ടി ഓടിക്കാൻ പറ്റുക, മറ്റുള്ളവർക്ക് ഒരു റെസ്പെക്ട് കൊടുക്കുക, റോഡിൽ പരസ്പര ബഹുമാനത്തോട് വണ്ടി ഓടിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം എന്നുള്ളതുകൊണ്ട് പുതിയ മാറ്റങ്ങളെ ശരിക്കും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ മാറ്റങ്ങൾ വരട്ടെ എന്നും മാറ്റങ്ങളില്ലാത്തത്. അതിന്റെ കൂടെ RC ബുക്കും ലൈസൻസും കൂടി വേഗം കിട്ടുമാറാകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.